ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയണു. ഞങ്ങളുടെ ഒരു എന്തെന്നില്ലാത്ത ഒരു സഹകരണത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം കൂടി അറിയിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരോന്മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരോന്മഹിം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹ നൃപാൻ ത്രിസപ്തകൃത്വ കുപിതഃ നിക്ഷത്രാം അകരോത് മഹീം. ഒന്നുകൂടി പറയാം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹ
നൃപാൻ ത്രിസപ്തകൃത്വ നിക്ഷത്ര കൃത്വ കുപിതം നിക്ഷത്രാം അകരോത് മഹീം. അതായത് 16ാമത്തെ അവതാരമായിട്ട് ഭാർഗവ വംശജനായിട്ടുള്ള യമദഗ്നി മഹർഷിയുടെ പുത്രനായിട്ടുള്ള പരശുരാമൻ്റെ അവതാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ക്ഷത്രിയന്മാരെല്ലാം ആസുര സ്വഭാവമുള്ളവരായിട്ട് തീർന്നു. പ്രത്യേകിച്ചും കാർത്തവീര്യ അർജുനൻ്റെ ആ നേതൃത്വത്തിലുള്ള അനേകം രാജാക്കന്മാർ ആസുരമായ സ്വഭാവമുള്ളവരായിട്ട് മാറി. അപ്പം അങ്ങനെയുള്ള ആ ആസുരമായ സ്വഭാവമുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ച് ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാനായിട്ട് 21 വട്ടം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചു, ഭൂമിയിൽ കൂടെ ചുറ്റി നടന്നിട്ട്. എന്നിട്ട് ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാത്തൊരവസ്ഥയ്ക്ക് തീർത്തു, ദുഷ്ടന്മാരില്ലാത്ത അവസ്ഥയ്ക്ക് തീർത്തു. അതിന് ശേഷം പരശുരാമൻ താൻ പിടിച്ചിറക്കിയിട്ടുള്ള സകല ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തിൽ ഇന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും ആദരിക്കേണ്ട ഒരു അവതാരമാണ് പരശുരാമാവതാരം. അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ഭൂമി, ഈ കൊച്ചു കേരളം, കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഈ ഭാഗം സമുദ്രത്തിന് അധീനമായിട്ട് മാറിയിരുന്നു. അതിന് ആ ഭാഗത്തിന് അവിടുത്തെ സങ്കല്പ ശക്തി കൊണ്ട് മഴുവെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മഴുവല്ല, സ്രുവം എന്നാണ് പറയുന്നത്. ഹോമത്തിന് ഉപയോഗിക്കുന്ന സ്രുവം എന്നുള്ള ഉപകരണം അവിടുന്ന് സങ്കല്പിച്ച് ഇത്ര ദൂരം സമുദ്രം മാറി നിൽക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ നിക്ഷേപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് സമുദ്രം, ഭഗവാനിച്ഛയ്ക്ക് അനുസരിച്ച് സമുദ്രം മാറി നിന്നു എന്നാണ്. അങ്ങനെയാണ് നമ്മളുടെ ഈ കേരളം ഉണ്ടായത് എന്നതുകൂടി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കേരളോൽപത്തിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അടുത്ത 21ാമത്തെ ശ്ലോകം. തതഃ സപ്തദശേ ജാത സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസാം. തതഃ സപ്തദശേ ജാത സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസാം. 17ാമത്തെ അവതാരം. തതഃ സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോഃ ശാഖാഃ ദൃഷ്ട്വാ പുംസഃ അല്പമേധസ. തതഃ സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോഃ ശാഖാഃ ദൃഷ്ട്വാ പുംസഃ അല്പമേധസ. 17ാമത്തെ അവതാരമായിട്ട് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഓർമ്മിക്കേണ്ട അവതാരമാണ്. കാരണം ഗുരുപൂർണിമ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് മാറിയിട്ടുള്ള ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള വേദവ്യാസ മഹർഷി, വേദവ്യാസ മഹർഷിയുടെ കൃഷ്ണദ്വൈപായനൻ എന്നും അദ്ദേഹത്തിന് പേര്, ആ വ്യാസമഹർഷിക്ക് പേര് പറയും. 17ാമത്തെ അവതാരമായിട്ടാണ് സത്യവതിയുടെയും പരാശരൻ്റെയും പുത്രനായിട്ട് അവിടുന്ന് അവതരിച്ചു. കലികാലത്ത് ജനിക്കുന്ന വരാൻ പോകുന്ന ആളുകളുടെ പുംസഹ അല്പമേധസഹ, ബുദ്ധിയില്ലാത്തവർ, പിന്നെ ഭാഗ്യമില്ലാത്തവർ, ആയുസ്സില്ലാത്തവർ, അവരോടൊക്കെയുള്ള കരുണ കൊണ്ടാണ് അവിടുന്ന് വേദങ്ങളെ, ഒന്നായിട്ടുള്ള വേദത്തിനെ 4ആക്കി വിഭജിച്ചു. അതുകൊണ്ട് വേദവ്യാസൻ എന്നവിടത്തേക്ക് പേര് ലഭിച്ചു. ഈ 4 വേദങ്ങളും സാധാരണക്കാർക്ക് അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കരുണയോടുകൂടി തന്നെയാണ് അവിടുന്ന് ഈ 4 വേദങ്ങളുടെയും അർത്ഥത്തിനെ നിരൂപണം ചെയ്തുകൊണ്ട് 17 പുരാണങ്ങൾ നിർമ്മിച്ചു.
മഹാഭാരതം എന്നുള്ള ഇതിഹാസം നിർമ്മിച്ചു. പിന്നീട് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിശേഷപ്പെട്ട ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം അവിടുന്ന് രചിച്ചു. നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ്. അങ്ങനെ വേദങ്ങൾക്ക് വിവിധമായ ശാഖകളുണ്ടായി. ഓരോ വേദങ്ങളും ഓരോ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു. ആ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക്, ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അതിനുപദേശിച്ചു. അങ്ങനെ വേദത്തിന് അനേകം ശാഖകളുണ്ടായി. വന്നത് എവിടുന്ന? വാസ്തവത്തിൽ ഭഗവാന്റെ നിശ്വാസത്തിൽ നിന്നാണ് വേദങ്ങൾ വന്നത് എന്ന് സൂചിപ്പിക്കുന്നു. 22ാമത്തെ ശ്ലോകമാണ് അടുത്തത്. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. നരദേവത്വം ആപന്നഃ സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യം അതഃ പരം. നരദേവത്വം, അതായത് 18ാമത്തെ അവതാരമായിട്ട് അവിടുന്ന് മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചു. മനുഷ്യനായിട്ട് അവിടുന്ന് അവതരിച്ചു. എന്നിട്ട് ദേവന്മാരുടെ പ്രീതിക്കായിട്ടാണ് അവിടുന്ന് അവതരിച്ചത്. രാവണനെ വധിക്കാനായിട്ടാണ് രാമചന്ദ്രസ്വാമി അവതരിച്ചത് എന്നാണ്. അപ്പോൾ മനുഷ്യന് മാത്രമേ തന്നെ വധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് രാവണൻ വരം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ഭഗവാനാണെങ്കിലും ഇവിടുന്ന് മനുഷ്യൻ്റെ ഭാവത്തിലാണ് അവതരിച്ചത്. വാൽമീകി മഹർഷി ശ്രീരാമനെ വർണ്ണിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ ഒരു ആ തലത്തിലല്ല വർണ്ണിച്ചിട്ടുള്ളത്, ഒരു പരിപൂർണതമനായിട്ടുള്ള മനുഷ്യൻ്റെ ഭാവത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തുന്ന സമയത്ത് മാത്രമാണ് ശ്രീരാമനിൽ ഈശ്വരത്വത്തിനെ അവിടെ സൂചിപ്പിക്കുന്നത് വാൽമീകി മഹർഷി എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ സമയത്ത് നമ്മൾക്ക് ആ ഭഗവാനെ ശ്രീരാമനെ ഓർക്കേണ്ട സമയമാണ്. കർക്കിടക മാസത്തിൽ വിശേഷപ്പെട്ട സമയമാണ്. ഒരു ഔഷധം കഴിക്കുന്നത് പോലെ രാമനാമ ലഹരിയിൽ ഈ ലോകം മുഴുവൻ, കേരളം മാത്രമല്ല ലോകം മുഴുവൻ ശ്രീരാമൻ്റെ ദിവ്യമായിട്ടുള്ള കഥകളുടെ ലഹരിയിൽ ലയിച്ചു നിൽക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ഉണ്ടായിട്ടുള്ള ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. രചിക്കപ്പെട്ടത് തന്നെ പറയണം. എത്രയോ 300 തരം രാമായണങ്ങളുണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നു. അപ്പോൾ രാവണൻ എല്ലാവിധത്തിലുള്ള കഴിവുകളും ഉള്ള ആളായിരുന്നു രാവണൻ. നമ്മൾ 10 തലമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും പഠിച്ചിട്ടുള്ള ആൾ. സാധാരണ മനുഷ്യൻ്റെ ഒരു തലയുള്ളൂ. അപ്പോൾ 10 തലയിൽ തോന്നുന്ന കാര്യങ്ങളെ ആലോചിച്ച് ചെയ്യാൻ ബുദ്ധിയുള്ള ആളായിരുന്നു രാവണൻ. പിന്നെ സ്വർണമയമായിരുന്നു ലങ്ക. എല്ലാവിധത്തിലുള്ള ആ ഉന്നതമായിട്ടുള്ള അവസ്ഥയായിരുന്നു രാവണന്. പക്ഷേ ഒരേ ഒരു അപരാധം മാത്രം, അപരാധങ്ങൾ ചെയ്തു. ഏറ്റവും വലിയ അപരാധം എന്താണ്? ശ്രീരാമനെ കൂടാതെ സീതാദേവിയെ ആഗ്രഹിച്ചു എന്നാണ്. അത് ഏറ്റവും വലിയ തെറ്റ് അതാണ്. നമ്മൾ ഐശ്വര്യത്തിനെ ആഗ്രഹിക്കാറുണ്ട്. ആ ഐശ്വര്യത്തിനെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈശ്വരനെ ഭജിക്കാൻ തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭഗവാനെ കൂടാതെ വെറും ഐശ്വര്യത്തിനെ മാത്രം ആഗ്രഹിച്ചാൽ വന്നു ചേരുന്ന ആപത്തുകളാണ് രാവണൻ്റെ ആ കഥയിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ശ്രീരാമൻ്റെ കഥ എത്ര പറഞ്ഞാൽ അവസാനിക്കാത്ത കഥയാണ്. മര്യാദാ പുരുഷനാണ് അവിടുന്ന്. 32 പുരുഷഗണങ്ങളും ഗുണങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള രാമകഥ എന്നും ലോകം അനുസ്മരിക്കും. സീതാദേവിയെ കുറിച്ചിട്ട്, സീതാദേവി ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം സീതാദേവിയുടെ ആ ഒരു ചിത്രം നമ്മളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. അവിടെ ബാല്യം, കൗമാരം, യൗവനം, പിന്നെ മാതൃത്വം,
അതാണ് എല്ലാവരുടെയും മാതാവായിട്ട് സീതാദേവിയെ നമ്മൾക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ശ്ലോകം നമ്മൾക്കിവിടെ അനുസ്മരിക്കാം. വാമേ ഭൂമിസുത പുരസ്തു ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. പട്ടാഭിഷേകം കഴിഞ്ഞ് സാന്നിധ്യം ചെയ്യുന്ന രാമചന്ദ്രസ്വാമിയെ വർണ്ണിക്കുന്നവിടെ വാമേ ഭൂമിസുത ഇടത്ത് ഭാഗത്തായിട്ട് സീതാദേവിയെ കാണാൻ സാധിക്കുന്നു. പുരശ്ച ഹനുമാൻ രാമചന്ദ്രസ്വാമിയുടെ പാദത്തിൻ്റെ നഖത്തിൻ്റെ നഖചന്ദ്രന്മാരുടെ ശോഭയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ആഞ്ജനേയ സ്വാമികളെ കാണാൻ സാധിക്കുന്നു. പശ്ചാൽ സുമിത്രാസുത ശ്രീരാമൻ്റെ തൊട്ട് പിന്നിലായിട്ട് ലക്ഷ്മണനെ കാണാൻ സാധിക്കുന്നു. ശത്രുഘ്നനും ഭരതനും ശ്രീരാമൻ്റെയും സീതയുടെയും രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വാനര രാജാവും രാക്ഷസ രാജാവും വിഭീഷണനും സുഗ്രീവനെയും കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കാണാൻ സാധിക്കും, അതായത് ഋക്ഷരാജനായിട്ടുള്ള ജാംബവാനെ, അതായത് കരടിയുടെ വർഗത്തിൽപ്പെട്ട ആളാണ് ജാംബവാൻ എന്നാണ് പറയുന്നത്. അവരുടെ രാജാവാണ് ജാംബവാൻ. ജാംബവാനെ കാണാൻ സാധിക്കും. അതിനിടയിൽ കൂടെ നോക്കിയാൽ നമ്മൾക്ക് ഒരാളെയും കൂടി കാണാൻ സാധിക്കും, അതായത് ആ കിഷ്കിന്ധയിലെ ആ യുവരാജാവായിട്ടുള്ള അംഗദനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ദിവ്യമായിട്ടുള്ള ചിത്രം നമ്മൾക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ ഓർക്കണ സമയത്ത് കാണാൻ സാധിക്കുന്നു. വാമേ ഭൂമിസുത പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. ഇവിടെ പറയുന്നു ഭഗവാൻ ഇതിന് സമുദ്രത്തിന് സാഗരത്തിൽ സേതുബന്ധനം ചെയ്തു, അണകെട്ടി എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടുന്ന് രാമ എന്നുള്ള രണ്ട് അക്ഷരങ്ങളെ കൊണ്ട് അവിടുത്തെ ദിവ്യമായ ചരിത്രം കൊണ്ട് സംസാരമാകുന്ന സാഗരത്തിന് ഒരു സേതുബന്ധനം ചെയ്യാണ്. സംസാരത്തിൻ്റെ അക്കരയ്ക്ക്, ഭൗതികമായ ദുഃഖങ്ങളുടെ അക്കരയ്ക്ക് കടന്നു പോവാനായിട്ട് ഒരു വിശേഷപ്പെട്ട മാർഗം സൃഷ്ടിക്കാനുണ്ടായത് അവിടുത്തെ രാമായണ കഥകൾ, അവിടുത്തെ ലീലകളിൽ കൂടെ എന്നുകൂടി ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ പർവ്വതങ്ങളൊക്കെ, അതോ എത്ര വലിയ വലിയ പർവ്വതങ്ങൾ, മരങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ആ കടലിൽ താഴാതെ നിന്നത്? രാമചന്ദ്രസ്വാമി വരുണദേവനോട് പ്രാർത്ഥിച്ചു. വരുണൻ സാഗരദേവൻ പ്രത്യേകം പറയുകയും ചെയ്തു, അതായത് ഞാൻ താങ്ങി നിർത്തിക്കോളാം, താഴാതെ താങ്ങി നിർത്തിക്കോളാം. ഈ എന്ത് സമുദ്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും ഈ സേതുബന്ധനത്തിന് വേണ്ടി എന്ത് ഉപയോഗിച്ചോ അതെല്ലാം താങ്ങി നിർത്തിക്കോളാം എന്നത്. പക്ഷേ ഒന്നുകൂടിയുണ്ട്, അതായത് ശ്രീരാമൻ്റെ നാമം എഴുതിയിട്ടുണ്ട്. ഓരോ കല്ലുകളും അവിടെ ഇടുന്ന സമയത്ത് രാമനാമം ജപിച്ചുകൊണ്ട്, രാമ എന്നുള്ള നാമം അതിലെഴുതിക്കൊണ്ട്, അതാണ് നാമത്തിൻ്റെ ശക്തിയാണ് ഈ പർവ്വതങ്ങളും വലിയ വലിയ കുന്നുകൾ, കൊടുമുടികൾ, മരങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പൊങ്ങിക്കിടക്കുന്നത്? രാമനാമത്തിൻ്റെ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹിമ എന്ന് പറയേണ്ടതായിട്ട് വരും. സാധാരണ ഒരു ബ്രിഡ്ജ്, ഒരു പാലമൊന്നും പോരാ. ഇത്രയും 21 വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്നു. എത്രയാണ് കണക്കുകൾ, നമ്മൾക്ക് പറഞ്ഞാൽ അവസാനിക്കില്ല കണക്ക്, നമ്മളുടെ തല ചുറ്റിപ്പോകുന്ന കണക്കാണ്. ഇത്രയും വാനരന്മാർ കടന്നു പോകണ്ടേ? തുളസീദാസ രാമായണത്തിലൊക്കെ പറയുന്നു, ഇത്രയും സാധാരണ ഈ വാനരന്മാർ കടന്നു പോകുന്ന സമയത്ത് ആ സേതു, അതായത് ആ സേതുബന്ധനം ചെയ്ത ആ പാലുണ്ടല്ലോ, അതിങ്ങനെ
വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറേശ്ശെ താണു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മകരാഹി കച്ചവ എന്നാണ് പറയുന്നത്. എത്രയോ മുതലകൾ, വലിയ സ്രാവുകൾ, വലിയ മകരമത്സ്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. ഒരു വാനരന് പോലും ഒരാപത്തുണ്ടായില്ല. കണ്ടാൽ പിടിച്ച് തിന്നും മുതലകൾ. പക്ഷേ എല്ലാവരും കൈകൂപ്പി നിൽക്കാൻ രാമചന്ദ്രസ്വാമിയുടെ വൈഭവമാണ് ഈ സേതുബന്ധനത്തിൽ കാണാൻ സാധിക്കുന്നത്. അനേകം കഥകളുണ്ട്. അതാണ് നരദേവത്വമാപന്ന സുരകാര്യചികീർഷയ സമുദ്രനിഗ്രഹാദീനെ ചക്രേ വീര്യാണ്യതപരം. അനേകം മഹിമകൾ, കഥകൾ ശ്രീരാമായണത്തിൽ നമുക്ക് ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി 23-ാമത്തെ ശ്ലോകം. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനെ രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാനഹരദ്ഭരം. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനെ രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാനഹരദ്ഭരം. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണൗ ഇതി ഭുവഃ ഭഗവാൻ അഹരത് ഭരം. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണൗ ഇതി ഭുവഃ ഭഗവാൻ അഹരത് ഭരം. അതായത് 19-ാമത്തെ 20-ാമത്തെ അവതാരമായിട്ടാണ് രണ്ടുപേരും ഒന്നിച്ച് രാമകൃഷ്ണവും എവിടെ വൃഷ്ണിവംശത്തിൽ യാദവകുലത്തിൽ അവതരിച്ച് രാമകൃഷ്ണന്മാരായിട്ട് അവതരിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി തീർത്തു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ 19-ാമത്തെ 20-ാമത്തെ അവതാരമായിട്ടാണ് കൃഷ്ണ ബലരാമന്മാർ യദുവംശത്തിൽ അവതരിച്ചത്. എന്നിട്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി തീർത്തു എന്നിവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുക ഭഗവാൻ എന്ന് പറയുന്നു. ഭഗവാൻ എന്ന് മറ്റുള്ളതിലൊന്നും ഭഗവാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല അവതാരങ്ങളെ പറയുന്ന സമയത്ത്. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൃഷ്ണനും ബലരാമനും ആ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ദിവ്യമായിട്ടുള്ള ആദിപുരുഷനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൊട്ടടുത്തുള്ള അംശേന ബ്രഹ്മണാർപ്പിത എന്ന് പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന അംശമാണ് ആ ബലരാമൻ എന്നാണ്. അതാണ് രാമകൃഷ്ണൗ ഇതി ഭുവ ഭഗവാൻ അഹരദ്ഭരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ്. കാരണം അവിടുത്തെ ആദ്യ ചതുർവ്യൂഹം അത് ഗോലോകത്തിൽ തന്നെയാണ്. ഗോലോകത്തിന് പുറത്തായിട്ടാണ് രണ്ടാമത്തെ ചതുർവ്യൂഹം എന്നാണ്. ആദി സംഘർഷണമൂർത്തിയാണ് ഗോലോകത്തിലുള്ള ആ ചതുർവ്യൂഹത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. എന്നാൽ ആ ആദി സംഘർഷണമൂർത്തിയിൽ നിന്നും അതിൽ നിന്നും വന്നിട്ടുള്ള വിസ്തരണങ്ങളാണ് രണ്ടാമത്തെ ചതുർവ്യൂഹത്തിൽ കാണുന്നത്. വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന അനിരുദ്ധ എന്നുള്ള ആ അതിൽ കൂടെ ആണ് വൈകുണ്ഠമൂർത്തികളുടെ ആ ഒരു എക്സ്പാൻഷനും വിസ്തരണങ്ങളും വരുന്നത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ എന്ന് സൂചിപ്പിക്കുന്നു. അതിൻ്റെ 24-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. തതക്കലവു സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുതീകടേഷു ഭവിഷ്യതി. തതക്കലവു സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുതീകടേഷു ഭവിഷ്യതി. അവിടുന്ന് കലിയുഗം അതിൻ്റെ ആ തുടക്കത്തിൽ, കലിയുഗത്തിൻ്റെ ആ ആരംഭത്തിൽ തന്നെ ഈ ദേവൻ ഭഗവാനെ സേവിക്കാത്ത ആളുകളെ, ഭഗവാൻ അംഗീകരിക്കാത്ത ആളുകളെ ഒന്ന് മോഹിപ്പിക്കാനായിട്ട്, അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഈ വേദത്തിനെ അതിനെ തിരിച്ച് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ്
അതിനാണ് ബുദ്ധനായിട്ട് ബുദ്ധാവതാരം എന്ന് പറയുന്നത്. 9ാമത്തെ അവതാരം, അതായത് ഭഗവാൻ 21ാമത്തെ അവതാരമായിട്ട് 21ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ ബുദ്ധാവതാരത്തിനെ കുറിച്ച് പറയുന്നത് എന്നാണ്. ആ കാലഘട്ടത്തിൽ യാഗത്തിൽ അനേകം മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നു. യാഗം എന്നുള്ള പേരിൽ അനേകം ജന്തുഹിംസകൾ നടന്നിരുന്നു. ആ ജന്തുഹിംസയെ ഇല്ലാതാക്കി തീർത്ത് അഹിംസയെ സ്ഥാപിക്കാനായിട്ടാണ്, ശാന്തി സമാധാനം അത് ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അവതരിച്ചത്. കപിലവാസ്തുവിൽ ശുദ്ധോധനൻ്റെയും മഹാരാജാവിൻ്റെയും അഞ്ജനാദേവിയുടെയും പുത്രനായിട്ട് അവിടുന്ന് അവതരിച്ചു എന്നാണ്. ഗയയിൽ വെച്ച് അവിടത്തേക്ക് ആത്മജ്ഞാനം ഉണ്ടായി, ബോധോദയമുണ്ടായ, ബോധഗയ എന്നതിന് പറയും. ബുദ്ധമതം 2000 വർഷക്കാലം ഈ ബുദ്ധമതമാണ് നമ്മളുടെ ഈ ഭാരതഭൂമിയെ സ്വാധീനിച്ചത് എന്നാണ്. പ്രത്യേകിച്ചും ഈ ബുദ്ധമതം അത് പുരോഗമിച്ചു വരും തോറും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പൂർവജന്മങ്ങളുടെയും പിന്നെ പുനർജന്മങ്ങളുടെയും അതിന് മുഴുവൻ അതിൽ വരുന്ന ഈശ്വരൻ്റെ സങ്കല്പത്തിനെല്ലാം നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അത് അധപ്പതിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന് കൂടുതൽ പ്രചാരം ഇല്ല. 2000 വർഷത്തോളം അതുണ്ടായുള്ളൂ. ഇപ്പോഴും പല സ്ഥലത്തും അല്പമായിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഹിംസ ഇല്ലാതെയാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു എന്നാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 25ാമത്തെ ശ്ലോകമാണ്. അതിൽ കൽക്കി വരാൻ പോകുന്നത് എന്നാണ്. ഇതുവരെ കഴിഞ്ഞതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് ബോധമുണ്ട്. അപ്പോൾ ത്രികാലജ്ഞന്മാരായിട്ടുള്ള മഹർഷിമാർക്ക് വരാൻ പോകുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞു പോയതും അവരുടെ ജ്ഞാനശക്തി കൊണ്ട് അറിയാൻ സാധിക്കും. അതാണ് ഈ വരാൻ പോകുന്ന അവതാരത്തിനെ കുറിച്ച് പറയുന്നത്. അഥാസോ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണുയശസോ നാംനാ കൽക്കിർജഗൽപതി. ഭഗവാന്റെ അച്ഛനമ്മമാർ വസുദേവരും ദേവകിയുമാണ് എന്ന് ഇവിടെ പറഞ്ഞിരുന്നത് പോലെ, മുൻകൂട്ടി പ്രവചിച്ചിരുന്നത് പോലെ ഇവിടെയും പ്രവചിക്കുന്നു. പുരാണത്തിൽ പറയുന്നു, അത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഇവിടെ യുഗസന്ധ്യ എന്നാണ് പറയണത്. കലിയുഗത്തിൻ്റെ അവസാന ഘട്ടം, സത്യയുഗത്തിൻ്റെ തുടക്കം, യുഗസന്ധ്യ എന്നാണ് പറയുന്നത്. 2 യുഗങ്ങളും ഒന്നിച്ച് ചേരുന്ന കാലഘട്ടം. അതിന് 200 ദിവ്യവർഷങ്ങളാണുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ആണ് ദസ്യുപ്രായേഷു രാജസു. നമ്മൾക്കറിയാം, പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾ ദസ്യുപ്രായേഷു രാജസു, ഭരണകർത്താക്കളൊക്കെ വെറും കാട്ടുകള്ളന്മാരെ പോലെയായി മാറുന്ന സമയത്ത്, ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇനിയും കലിയുഗത്തിനെ കുറിച്ച് 2 അധ്യായങ്ങളെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് വരാൻ പോകുന്നതിനെക്കുറിച്ച് 12ാം സ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ കൃതയുഗത്തിൻ്റെ ആദ്യഘട്ട യുഗസന്ധ്യ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഭഗവാൻ സംഭളം ഗ്രാമത്തിൽ വിഷ്ണുയശസ് എന്നുള്ള ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് അവതരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ആ ഭഗവാൻ അവതരിക്കുന്ന അസാധുദമനം അഷ്ടൈശ്വര്യ വിഭൂതിഭി എന്നാണ്. അഷ്ടൈശ്വര്യ വിഭൂതിയോടുകൂടി ഭഗവാൻ സ്വർണ്ണ നിറത്തിലാണ് കൽക്കിയാവതാരം എന്നാണ്. നമ്മൾ കറുത്ത നിറം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു, ഇത് വെറുതെയാണ്. സ്വർണ്ണ നിറത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ കയ്യിൽ വിശേഷപ്പെട്ട വാളുണ്ട്. ഭഗവാൻ ആ കലിയുഗത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദിവ്യമായിട്ടുള്ള സുഗന്ധം ഏൽക്കുന്ന തുളസി വനമാല, അതിൻ്റെ സുഗന്ധം, കളഭത്തിൻ്റെ സുഗന്ധം അത് ഏൽക്കുന്ന അവർ മുഴുവൻ
അവരുടെ മനസ്സിന് മാറ്റം വരും. ഇത്രയൊക്കെ ആയിട്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് യാതൊരു മാറ്റം വരാത്ത ആളുകൾ ഭഗവാന്റെ കളഭത്തിൻ്റെ സുഗന്ധം ഏറ്റിട്ട് ഒരു മാറ്റം ഒരാൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ തുളസിയുടെ മാലയുടെ സുഗന്ധം ഏറ്റിട്ട് ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ട് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആ കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭഗാസിന സാധുതമന മഷ്ടേശ്വരി ബോധിപി അവിടുത്തെ വാളുകൊണ്ട്, നിശിതമായ വാളുകൊണ്ട്, അതോ കുതിരപ്പുറത്ത് കേട്ട് വരുന്ന അവിടുത്തെ ദിവ്യമായിട്ടുള്ള, അതാണെങ്കിൽ കുതിരകൾ വായുവേഗത്തിൽ പോകുന്ന കുതിരകൾ ആർക്കും ആകർഷണം തോന്നും, എന്നാൽ ദുഷ്ടന്മാർക്ക് ആകർഷണം തോന്നില്ല. അവരെ മുഴുവൻ അവരെ മുഴുവൻ കഴുത്ത് ഛേദിച്ച് അവരെ മുഴുവൻ ഭഗവാൻ കൊന്നൊടുക്കും എന്നാണ്. അതിനുശേഷം കൃതയുഗം ധർമ്മം സ്ഥാപിക്കും, കൃതയുഗം വീണ്ടും ആരംഭിക്കും എന്നതാണ്. അപ്പോൾ ഭഗവാൻ കൽക്കിമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കും എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രകരണം ഇവിടെ അവസാനിക്കുന്നത്. ഇനിയും അനവധിയുണ്ട് നമ്മൾക്ക് പറയാനായിട്ട്. ഇപ്പോൾ ഇന്ന് ഇതേവരെ പറഞ്ഞ ഭാഗങ്ങൾ ഇതെല്ലാം ഭഗവാന്റെ ഗുരു മഹാരാജൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പാദങ്ങളിൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.